നമ്മുടെ കിളിമാനൂരിലെ ആദ്യത്തെ ഉത്സവമാണ് തിരുവിലാലൂർക്കാവിലെ ഉത്സവം. ഇവിടെ വനദുർഗാദേവിയാണ്. വലിയ ക്ഷേത്രമാണ്. 10 ദിവസത്തെ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ 10ാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസംബർ 4 കാർത്തിക ദിവസമാണ് ഇവിടുത്തെ മെയിൻ ഉത്സവം നടക്കുന്നത്. എല്ലാ വർഷവും നല്ല ലൈറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. പക്ഷേ ഇത്തവണ ഒരുപാട് ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരുപാട് ലൈറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നിറയെ സ്റ്റാളുകളുണ്ടായിരുന്നു. അതുപോലെ ജെയിൻ്റ് വീല്, ആകാശ ഊഞ്ഞാൽ, ട്രെയിന്, പിന്നെ കൊച്ചുങ്ങൾക്ക് കളിക്കാനുള്ള കുഞ്ഞു കുഞ്ഞു പാർക്കുകൾ, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ ഒന്ന് പോയി കേട്ടോ. കാരണം കാർത്തിക ദിവസമൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ട് നേരത്തെ ഒന്ന് പോയി. അപ്പോൾ നേരത്തെ പോയാൽ മാത്രമേ നമുക്ക് ഈ ലൈറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് പറമ്പുള്ളൊരു ക്ഷേത്രമാണിത്. ഇതെല്ലാം നമ്മൾ പറമ്പിൽ നിന്ന് ചുറ്റിക്കണ്ട കാഴ്ചകളാണ്. ഇതൊക്കെ ഒരുപാട് ലൈറ്റുകളുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള മനോഹരമായ സ്പോട്ടുകളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ദൂരെ നിന്ന് ഊഞ്ഞാൽ ആടുന്ന കാഴ്ചയാണ്. അങ്ങനെ നമ്മൾ ഒരുപാട് നേരം അവിടെ നിന്ന് ഇതാണ് എല്ലാവരും ഫോട്ടോ എടുക്കുന്ന സ്ഥലം. അപ്പം നമ്മളും അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. അപ്പോൾ ഒരുപാട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ കുളമൊക്കെ അടിപൊളിയായിട്ട് വൃത്തിയാക്കി ഒരുപാട് ലൈറ്റും കാര്യങ്ങളും എല്ലാം ഇട്ടിട്ടുണ്ട്. വളരെ വലിയൊരു കുളമാണ്. അപ്പോൾ ഇതുവഴി നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോവാം. ഇത് സ്റ്റെപ്പാണ്. ഇത് ഫുള്ള് നമുക്ക് കുളത്തിൻ്റെ അവിടെ നിന്ന് ക്ഷേത്രമുറ്റത്ത് വരെ സ്റ്റെപ്പാണുള്ളത്. അപ്പോൾ ഇവിടെ എല്ലാം നിറയെ കച്ചവടക്കാരാവും. നമ്മുടെ കാർത്തിക ദിവസം നിറയെ കച്ചവടക്കാരാവും. അപ്പോൾ ഇപ്പോൾ അങ്ങനെ കച്ചവടക്കാരൊന്നും എത്തി തുടങ്ങിയിട്ടില്ല. മെയിൻ പറമ്പിൽ മാത്രമേ കച്ചവടക്കാരുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ പോയി ഒരു കൃഷ്ണൻ്റെ വിഗ്രഹമൊക്കെ മേടിച്ചു കേട്ടോ. പിന്നെ അവിടെ ഒന്ന് കറങ്ങി. ഒരുപാട് സ്റ്റാളുകളുണ്ട്. പിന്നെ മധുരപലഹാരങ്ങളും അതുപോലെ തന്നെ പാനിപ്പൂരിക്കട, മസ്കാ ബണ്ണ്, അങ്ങനെ ഒരുപാട് കടകളുണ്ട്. പിന്നെ ഒരു വർഷം ഇല്ലാത്തൊരു ഐറ്റം ഇത്തവണ ഉണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ നമ്മുടെ പെറ്റ് ഷോ ആയിരുന്നേ. അങ്ങനെ നമ്മൾ കയറി കണ്ടു. നല്ല 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 പ്രാവുകളും കോഴികളും അങ്ങനെ ഒരുപാട് ഐറ്റം ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ മെയിൻ ഐറ്റം കുലുക്കി സർബത്ത്. എല്ലാ തവണ പോകുമ്പോഴും നമ്മൾ അവിടെ നിന്ന് കുലുക്കി സർബത്ത് കുടിക്കും കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് രണ്ട് കുലുക്കി സർബത്തൊക്കെ വാങ്ങിച്ച് കഴിച്ചു. എന്നിട്ട് ഒരുപാട് നേരം അവിടെ ചുറ്റിത്തിരിഞ്ഞ് നടന്നായിരുന്നു. സത്യം പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോരാൻ തോന്നില്ല. അത്രയ്ക്ക് നല്ല ഒരു അന്തരീക്ഷമാണ് അവിടെ. നമ്മുടെ ആദ്യത്തെ ഉത്സവമാണ്. അതുപോലെ തന്നെ ഈ പ്രദേശത്ത് ഇതുപോലെ സ്റ്റാളുകളും കാര്യങ്ങളും വരുന്ന വേറെ ഒരു ഉത്സവവും ഇല്ല. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ ഒന്ന് ഒരുപാട് കറങ്ങി തിരിഞ്ഞു. പിന്നെ അവിടുത്തെ മെയിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മൺപാത്രങ്ങൾ, മൺചട്ടികൾ, അതുപോലെ തന്നെ മൺവിളക്ക്, ചൂല്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഒരു വർഷത്തേക്ക് ആവശ്യമായ ചട്ടിയും കലവും എല്ലാം ഇവിടുത്തെ നാട്ടുകാർ മേടിക്കുന്ന ഈ ഒരു ഉത്സവത്തിൽ നിന്നാണ്. ഇത് കണ്ടോ, മുറമൊക്കെ നമുക്ക് അന്യം നിന്ന് പോകുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. ഇത് ഈ ഒരു ഉത്സവത്തിന് മാത്രം ഒരുപാട് വരും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എല്ലാവരും ഇവിടെ വന്നാണ് വാങ്ങുന്നത്. അങ്ങനെ നമ്മളൊരു ചട്ടിയൊക്കെ വാങ്ങി അങ്ങനെ തിരിച്ചു പോയി. ഈ അമ്മമ്മേരെ കയ്യിൽ നിന്നാണ് ചട്ടി വാങ്ങിച്ചത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട